എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയുടെ മുന്നിലൊക്കെ വന്ന് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ മുടി ഒന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചെറുപ്പത്തിലെ അച്ഛനാണ് മുടിയൊക്കെ കട്ട് ചെയ്ത് തരുന്നത്. ഫസ്റ്റാണ് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മുടി ഇപ്പോഴത്തെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഇത് വലുതായിട്ട് ചെറുതാക്കണം എന്നല്ല, ജസ്റ്റ് ഒന്നൊരു കട്ട് ചെയ്യണം. ഒരു ലെയറൊക്കെ ആയിട്ടാണ് ബാക്കിയുള്ള വീഡിയോസിലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ മുടിയിലുള്ള കുടുക്കൊക്കെ പോക്കുക എന്നുള്ളതാണ്. ഇപ്പം വളരെ മുടി കുറവാണ്, വണ്ണമൊന്നും തീരെ ഇല്ല, ഒക്കെ നല്ല കൊഴിച്ചിലാണ് മുടിയൊക്കെ. അപ്പോൾ എല്ലാ മുടിയും ഇങ്ങനെ വിട്ട് വിട്ട് വരണം. അതായത് ഇങ്ങനെ ഒന്നൊന്നായിട്ട് കിടക്കണം, ഇങ്ങനെ കുടുങ്ങി കിടക്കരുത്. മുടിയുടെ ജടയൊക്കെ കളയണം ഫസ്റ്റ്. അപ്പം ഞാൻ ഓൾറെഡി കുറേയൊക്കെ പോക്കി വെച്ചതാണ്, ഇനി അത്ര ഇല്ല. എന്നിട്ട് നന്നായിട്ട് കോംബ് ചെയ്യാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കോമ്പും ഒരു കത്രികയാണ്. പിന്നെ ഒരു ഹെയർ ഒന്ന് ടൈ ചെയ്ത് വെക്കാൻ ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് മുടിയൊക്കെ നല്ല വൃത്തിക്ക് ചീകി വയ്ക്കുക. അപ്പോൾ കുറച്ച് വിടവുള്ള ചീർപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക. ഭയങ്കരമായിട്ട് അടുത്തടുത്തുള്ള ചീർപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മുടിയൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ്. അപ്പോൾ നന്നായിട്ട് കോംബ് ചെയ്തതിന് ശേഷം ജടയൊന്നും ഇല്ലാതിരിക്കുക. അതായത് വെട്ടുമ്പോൾ കറക്റ്റ് ലെവലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ട് വലിയ കൊടുക്കുന്നില്ല. സാധാരണ എൻ്റെ മുടി ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ കുടുങ്ങുന്നൊരു ടൈപ്പ് മുടിയാണ്, പെട്ടെന്ന് കുടുങ്ങും. ഇനി നമുക്ക് ആവശ്യമുള്ളത്, ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു ചീർപ്പും പിന്നെ ഒരു കത്രിക, പിന്നെ ഒരു കത്രിക നല്ല ഷാർപ്പായിട്ടുള്ള കത്രികയാണ്, പിന്നെ 2 ബണ്ണ്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. അപ്പം ഞാൻ ഫസ്റ്റ് നല്ല രീതിയിൽ മുടി ചീകി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുടി മുന്നോട്ടിട്ടിട്ടാണ് ബാക്കി പരിപാടികൾ, ബാക്കി കലാപരിപാടികൾ. ഇത് നന്നായിട്ട് ചീകുക. മുടി എല്ലാ മുടിയും മുന്നോട്ടിടുക, നന്നായിട്ട് ചീകുക. നിങ്ങൾക്ക് കുറേ പേർക്ക് ഇതൊക്കെ അറിയാൻ മതിയാവും, പല വീഡിയോസ് ഉണ്ട് ഇതിനെക്കുറിച്ച്. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഒരു ബണ്ണ് കൊടുക്കണം. ഇവിടെ ഒന്ന് നല്ല രീതിയിൽ കോംബ് ചെയ്യണം. ഇവിടെ ഞാനൊരു ടൈ ചെയ്യാൻ പോകും. അപ്പോൾ ഒരു ബണ്ണെടുത്തിട്ടുണ്ട്, നല്ല ടൈറ്റിൽ കെട്ടിക്കൊടുക്കും. അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട്, ഇനി ഒരു കൂടി പറ്റൂല. എൻ്റെ മുടി ഓൾറെഡി ലെയർ കട്ട് ആയതുകൊണ്ട് ഇപ്പം തന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ലെങ്ത് ആണ്, പക്ഷേ ഇതാ ഈ മുടിയൊക്കെ പല പല ലെങ്ത് ആണ് വരുന്നത്. അതുകൊണ്ട് ഇത് ലാസ്റ്റ് വെട്ടി വരുമ്പോൾ എന്താ അവസ്ഥ എന്ന് എനിക്ക് തന്നെ അറിയില്ല. നോക്കാം. നല്ലോണം കോംബ് ചെയ്യാം. അതിനുശേഷം എത്ര കട്ട് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല ഗൈസ്. ഞാൻ ഇവിടെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇത്രയും ലെങ്ത്ത് കുറയ്ക്കാൻ എനിക്ക് പേടിയുണ്ട്. നമുക്ക് കുറച്ചും കൂടി താഴത്തേക്ക് വലിക്കാം. ഇത്ര വെട്ടിയാലോ ശ്രീകുട്ടി? ഇത്ര വെട്ടിയാലോ? ഇത്ര വെട്ടണോ? എന്താ അവസ്ഥ? എന്തായാലും ഞാൻ ഇത്ര വെട്ടാൻ പോവാണ് കേട്ടോ. നമുക്ക് ഇത്ര വെട്ടാം. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. സാധാരണ അച്ഛനാണ് വെട്ടുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് വെട്ടാൻ പോകുന്നത്. അമ്മയടുത്ത് ചീത്ത വെക്കുമെന്നറിയില്ല.
ഇനി ഇത് കെട്ടഴിച്ച് നോക്കാം. നല്ല ലെങ്ത് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കഴിച്ച് നോക്കാം കേട്ടോ. അമ്മേ ഞാൻ വിയർത്ത് ടെൻഷൻ അടിച്ചിട്ടാന്ന് തോന്നുന്നു, അറിയില്ല. നല്ല ലെങ്ത് കുറഞ്ഞ നല്ല ലെങ്ത് കുറഞ്ഞ് കുറച്ച് ഇത് കറക്റ്റ് ആണോ എന്ന് ചെയ്തിട്ട് നോക്കാട്ടോ. ഫ്രണ്ടിൽ ഇത്ര ലെങ്ത് കുറഞ്ഞിട്ടുണ്ട്. വേണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ നമുക്കൊന്നും തളരാൻ പാടില്ലല്ലോ. ഫ്രണ്ടിൽ കറക്റ്റാ. അപ്പൊ ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ ഇപ്പോൾ. ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ലെയർ വേണമെങ്കിൽ കുറച്ചുകൂടി മുകളിലേക്ക് കയറ്റിയിട്ട് വെട്ടിയാൽ മതി. ഇത്ര മുടിയാണ് വെട്ടിയത്. ആ മുടി വെട്ടിയപ്പോഴാണ് ഈ ഒരു ചേഞ്ച് വന്നത്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഈ സൈഡിലൊക്കെ ഈ രണ്ട് സൈഡിലുള്ള മുടികളുടെ ലെങ്ത് കുറച്ച് കുറവാണ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ മുടിയുടെ ലെങ്ത് വലുതായിട്ട് കുറഞ്ഞിട്ടില്ല. ബാക്ക് സൈഡിലൊക്കെ കാണുമ്പം ഏകദേശം നീട്ടൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ വൺ സൈഡൊക്കെ ഇടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും. ഈ ഒരു രണ്ട് ഭാഗത്തുള്ള മുടി ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇത് വരും. എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ചേരുന്നുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബാക്കിൽ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ക്ലഞ്ച് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും ലെയർ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക.